വചനം കേട്ടിരിക്കുന്ന നിങ്ങളെ സമ്മതിക്കണം. ഒന്ന് സമ്മതിച്ച് കൈയടിച്ച്. ഹല്ലേലൂയ. സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ അസാധാരണ മനുഷ്യരാണ്, ഇല്ലേ സിസ്റ്ററെ? സാധാരണക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളൊക്കെ എന്ത് നമ്മുടെ സ്വാഭാവിക പ്രവണത അനുസരിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു സൂപ്പർ നാച്ചുറൽ സ്വഭാവത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എങ്ങോട്ടുള്ള യാത്രയിലാണ്? നമുക്ക് ഈ ചൂടിനേക്കാൾ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. ചൂട് നമുക്ക് ഒന്നുമല്ല, ചൂട് ചപ്പും ചവറുമാണ്. ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന, അല്ലേ? നമ്മൾ പറയാണ് ഐ ഡോണ്ട് കെയർ. എന്ത്? ചൂട് കെയർ ചെയ്യുന്നില്ല. വൈ? അതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുൻപിലുണ്ട്. എന്താണത്? കൃത്യം ഉത്തരം പറയും. ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക, പങ്കുചേരുക. കറക്റ്റാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നത് മറ്റെല്ലാറ്റിനേക്കാളും നമ്മുടെ ശരീരത്തെക്കാളും നമ്മുടെ ജീവനേക്കാളും നമ്മുടെ ചൂടിനേക്കാളും എല്ലാറ്റിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് നമ്മൾ അതൊന്നും ഒരു കൂസലും ഇല്ല. നമുക്കതൊന്നും നമ്മളതിനെ കൂസുന്നില്ല, അല്ലേ? എങ്ങനെയല്ലേ പറയുന്നത്? എന്റെ പൊന്നെ, അതൊന്നും ഗവനിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവീക ജീവനിൽ പങ്കുകാരാകണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? വെരി ഗുഡ്. കൈയടിച്ച് കർത്താവിന് തന്നെ. നമുക്ക് രൂപാന്തരീകരണം സംഭവിച്ച് നമ്മൾ ആരെ പോലെ ആകണം? ഈശോയെ പോലെ ആയാലേ നമ്മൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുകയുള്ളൂ. ഈശോയെ പോലെ ആകാത്തവർ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുകയില്ല. അവരുടെ ജീവിതം എന്തായി പോകും? പാഴായി പോകും. ഹല്ലേലൂയ. സിസ്റ്ററെ, നമ്മൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേർന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകും. ഹല്ലേലൂയ. അപ്പൊ പാട്ട് പുതിയത് പാടേണ്ട വരും. പാഴായിപ്പോയി, പാഴായിപ്പോയി. പാട്ട് വേറെ എഴുതേണ്ട വരും. മരിച്ചു കഴിയുമ്പോ പാട്ട് വേറെ പുതിയത് എഴുതേണ്ട വരും. പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ പാഴായിപ്പോയി, ജന്മം പാഴായിപ്പോയി. കാരണം എന്താണ്? ഈശോയെ പോലെ ആയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയൊരു ആശ്വാസമുള്ളത് ഇവിടെ വെച്ച് ആയില്ലെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചെങ്കിലും എന്തായാലും ദൈവീക ജീവനിൽ ലയിച്ചു ചേരണതിൽ മുമ്പ് നമ്മൾ ആരെ പോലെ ആയിരിക്കണം? ഈശോയെ പോലെ ആയിരിക്കണം. അത് പരമപ്രധാനമായതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി എന്ത് വില കൊടുത്തും അധ്വാനിക്കാൻ തയ്യാറാകുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യമില്ലാത്തവർക്ക് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ച ഈ ബോധ്യം, അതായത് ഓരോ മനുഷ്യനും യാത്ര ചെയ്യുന്നത് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാനാണെന്നുള്ള ബോധ്യം, ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെങ്കിൽ നമ്മൾ ഈശോയെ പോലെ ആയിത്തീരണം, രൂപാന്തരപ്പെടണം എന്ന ബോധ്യമില്ലാത്തവർക്ക് വചന ശുശ്രൂഷയും ആരാധനയും കൂദാശകളുമെല്ലാം എന്താണ്? നിരർത്ഥകമാണ്, മൂല്യമില്ലാത്തതാണ്. അതെല്ലാം ഒരു ഭ്രാന്താണ്. അവര് പറയും ഇതെന്തൊരു വട്ടാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾക്കിത് എന്ത് വട്ടാണ് ഈ പള്ളിയിൽ പോകാൻ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്നും പറയണ്ട. എന്താണ് പറയണ്ടാത്തത്? എന്തുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്? അവർക്ക് വട്ടായതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, ഈ ബോധ്യത്തിൽ നമ്മളും ആഴപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്ഥിരതയോടുകൂടെ
കർത്താവിന്റെ അടുക്കലേക്ക് ഓടിയെത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കേവലം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പൗലോസ് പറയുകയാണ്, നമ്മൾ കേവലം ഭൗതികമായ ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെക്കാളും ഭോഷന്മാരാണ് എന്ന്. കേവലം ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കാൻ ഇല്ലേ, നമ്മൾ സാക്ഷ്യങ്ങളിൽ വായിച്ചു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, കുറെ നാളായിട്ട് ജയിക്കാതിരുന്ന B2 പരീക്ഷ ജയിച്ചു, DHA പരീക്ഷ ജയിച്ചു, പിന്നെ അച്ഛന് മനസ്സിലാവാത്ത കുറെ കോഴ്സുകളുടെ പേര് പറയുന്നുണ്ടായിരുന്നു, അത് ജയിച്ചു. അപ്പോൾ അങ്ങനെ പരീക്ഷകൾ ജയിച്ചു, രോഗങ്ങൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത് മാറി, ഭവനമില്ലാതിരുന്നത് കിട്ടി, വിദേശത്ത് ജോലി ലഭിച്ചു, വിസ ലഭിച്ചു, അങ്ങനെ 100 കണക്കിന് സാക്ഷ്യങ്ങൾ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെട്ടു. അങ്ങനെ 100 കണക്കിന് സാക്ഷ്യങ്ങൾ. ഇതെല്ലാം ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. നല്ല കാര്യം. നമുക്ക് കൈയടിച്ച് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയാം. പക്ഷേ നമ്മൾ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ മറ്റുള്ള എല്ലാവരെക്കാളും ഭോഷന്മാരാണ്. കാരണം $100 കോടി നമുക്ക് സമ്മാനം തരാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ 150 രൂപ മേടിച്ചുകൊണ്ട് വരികയാണെന്ന് വിചാരിച്ചോ. നമുക്ക് തരാൻ വേണ്ടി വെച്ചിരുന്നത് എത്രയാണ്? 100 കോടിയാണ്. അവിടെ ചെന്നിട്ട്, അല്ലെങ്കിൽ ഇത്തിരി കൂടി കൂട്ടി പറയാം, നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് 1 ലക്ഷം കിട്ടി. നമ്മൾ ഭയങ്കര ഹാപ്പിയായി, എനിക്ക് 1 ലക്ഷം കിട്ടി, 1 ലക്ഷം. നമുക്ക് വേണ്ടി അവിടെ വെച്ചിരുന്നത് എത്രയാണ്? 100 കോടിയാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ്? നമ്മൾ വിചാരിച്ചു നമുക്ക് കിട്ടിയത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരോടും പറഞ്ഞു. പക്ഷെ നമുക്ക് എത്രയാണ് നഷ്ടപ്പെട്ടത്? 100 കോടിയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ കർത്താവ് നമുക്ക് ആ ഒരു ഉദാഹരണം ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഭൗതികമായ അനുഗ്രഹങ്ങള് നിങ്ങൾ ആ 1 ലക്ഷത്തിൽ പിടിച്ചാൽ മതി. പക്ഷെ ആത്മീയമായ അനുഗ്രഹങ്ങള് നിങ്ങൾ 100 കോടിക്ക് മോളിൽ പിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളിൽ കണ്ണുടക്കി പോകരുത്. കണ്ണുടക്കി പോയിട്ട് ഇതാണ് വലുതെന്ന് പറഞ്ഞ് അതിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള സമ്മാനം 1 ലക്ഷം എന്ന് പറയുന്നത് പ്രോത്സാഹന സമ്മാനമാണ്. എന്തിനാണ് പ്രോത്സാഹന സമ്മാനം വെച്ചിരിക്കുന്നത്? എല്ലാവരും വരാൻ വേണ്ടിയിട്ടാണ്. 1ാം സമ്മാനം അവിടെ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് പ്രോത്സാഹന സമ്മാനം മതി, ശരിക്കുള്ള സമ്മാനം വേണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രോത്സാഹന സമ്മാനത്തിന് വേണ്ടി വന്നവരല്ല, നമ്മൾ 1ാം സമ്മാനം മേടിക്കാൻ വേണ്ടി വന്നവരാണ്. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ചങ്കുപൊട്ടി വിളിച്ചേ, ഹൃദയമുരുകി വിളിച്ചേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 1ാം സമ്മാനം മേടിക്കാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. 1ാം സമ്മാനം വെറുതെ കിട്ടുകയില്ല. കിട്ടുമോ? ഇല്ല. 1ാം സമ്മാനം കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മുടെ ആ പദ്ധതി, നമ്മൾ ഈശോയുടെ പദ്ധതികളെ നമ്മുടെ പദ്ധതികളാക്കി ഏറ്റെടുക്കണം. ഈശോയുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളാക്കണം. ഈശോയുടെ വികാരങ്ങളെ നമ്മുടെ വികാരങ്ങളാക്കണം. അതിൽ വിജയിക്കുക എന്നതാണ് 1ാം സമ്മാനം നേടാനുള്ള വഴി. ഹല്ലേലൂയ. ഇനി അപ്പോൾ നമ്മൾ കോച്ചിങ്ങിൽ പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ഈശോയുടെ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഈശോയുടെ ആഗ്രഹങ്ങൾ. അങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞ് എത്രാമത്തെ ആഗ്രഹത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? ഒരു പിടിയില്ല അല്ലേ? ഓക്കെ, നമ്മൾ അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഇപ്പോ എത്തി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ആഗ്രഹത്തിലാണ്. ആത്മപരിത്യാഗം. നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.
അതായത് ഈ തപസ് കാലത്ത് ധ്യാനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആത്മീയ ചിന്തയാണ് ആത്മപരിത്യാഗത്തിന്റെ ചിന്ത. എന്താണ് ആത്മപരിത്യാഗം? ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്റെ പിറകെ വരട്ടെ. തന്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, എന്നെ പ്രതി അത് നഷ്ടപ്പെടുത്തുന്നവൻ അത് സ്വന്തമാക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ആ കുരിശ് മരണത്തില് വിശ്വസിച്ച് കുരിശിന്റെ വഴി നടത്തുന്ന നമ്മൾ എന്തു വേണം? നമ്മെ തന്നെ പരിത്യജിക്കണം. കുരിശിന്റെ വഴി നടത്തുന്നത് പോലും, ചില ആളുകൾ കുരിശിന്റെ വഴി നടത്തുന്നത് പോലും എന്റെ നിയോഗം പൂർത്തിയാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുരിശിന്റെ വഴി നടത്തുമ്പോഴും നമുക്ക് നമ്മുടേതായ ചില നിയോഗങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാതെ കർത്താവിന്റെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നീ കുരിശിന്റെ വഴി നടത്ത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇന്നലെ മംഗളവാർത്താ തിരുനാളായിരുന്നു. ഏത് തിരുനാള്? നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ഏത് വാക്ക്? മംഗളം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് മംഗളം എന്ന് പറഞ്ഞാൽ? നല്ലത് എന്നാണ് അർത്ഥം. മംഗളം ഭവിക്കട്ടെ, അല്ലേ വത്സല? മംഗളം ഭവിക്കട്ടെ, അല്ലേ? എന്താണ് മംഗളം? മാതാവിന് മംഗളം ഭവിച്ചത് എങ്ങനെയാണ്? ഭർത്താവ് അറിയാതെ ഗർഭിണിയായി, അതാണ് മംഗളം ഭവിക്കട്ടെ എന്ന് പറയുന്നത്. അതാണോ? അത് ലോകത്തിന്റെ കണ്ണിൽ അതൊരു മംഗളമാണോ? ആണോ? അല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് മംഗളം? ദൈവത്തിന്റെ ഹിതം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണോ അതാണ് മംഗളം. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയാണ് മംഗളവാർത്ത എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ, ഈശോയേ. അമ്മ ത്രേസ്യയെ കുറിച്ച് മംഗളം എന്തായിരുന്നു? അമ്മ ത്രേസ്യ അവളുടെ 67ാമത്തെ വയസ്സിൽ ഒരു യൂട്രൈൻ ക്യാൻസർ വന്ന് മരിക്കുക എന്നത് അമ്മ ത്രേസ്യയെ സംബന്ധിച്ച് ഒരു മംഗളമായ കാര്യമാണ്, മംഗളവാർത്തയാണ്. ലോകത്തിന്റെ കണ്ണിൽ ഒരു ക്യാൻസർ വന്ന് മരിക്കുക എന്ന് പറയുന്നത് മംഗളവാർത്തയാണോ? അല്ല. പക്ഷെ അതാണ് എന്നെ കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് അമ്മ ത്രേസ്യ 67ാമത്തെ വയസ്സിൽ, അന്ന് ഈ ക്യാൻസർ ടെസ്റ്റ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട്, ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഇല്ലാതിരുന്നതുകൊണ്ട്, ഇന്ന് അതിനെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത് അമ്മ ത്രേസ്യയ്ക്ക് എ കൈൻഡ് ഓഫ് യുട്രൈൻ ആൻഡ് ഓർ ഒവേറിയൻ ക്യാൻസർ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ക്യാൻസർ വന്ന് മരിക്കുക എന്നത് അമ്മ ത്രേസ്യയെ കുറിച്ച് മംഗളവാർത്തയാണ്, മംഗളമാണ്. കാരണം അത് ദൈവഹിതമാണ്. 24 വയസ്സും 8 മാസവും പ്രായമുള്ളപ്പോൾ കൊച്ചു ത്രേസ്യ ട്യൂബർക്കുലോസിസ് വന്ന്, ക്ഷയം വന്ന് രക്തം ഛർദിച്ച് മരിക്കുക എന്ന് പറയുന്നത് ഒരു മംഗളകരമായ കാര്യമാണോ? 24ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി രക്തം ഛർദിച്ച് മരിക്കുകയാണ്. മംഗളവാർത്തയാണോ? അല്ല. ആർക്ക്? ലോകത്തിന് അത് മംഗളവാർത്തയല്ല. പക്ഷേ അവളെ സംബന്ധിച്ച് അവൾ പറഞ്ഞു, കർത്താവിന്റെ സ്നേഹചുംബനങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവ് എന്നെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും രക്തം ഛർദിക്കുമ്പോ കർത്താവ് എന്നെ സന്ദർശിക്കുകയാണ്. ഹല്ലേലൂയ. 45ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ, 45 വയസ്സുള്ള ഒരാള് കണ്ണിന് രോഗം വന്ന് ശരീരം തളർന്ന് ഇങ്ങനെ മരിക്കുകയാണ്. മരിച്ച വർഷം 1226, മരിച്ച ദിവസം ഒക്ടോബർ 4.
ആരാണത്? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് 45-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരെ രോഗം വന്ന് മരിച്ചത് മംഗളവാർത്തയാണോ? ആർക്ക്? ലോകത്തിന് മംഗളവാർത്തയല്ല. പക്ഷേ ഫ്രാൻസിസിനും ദൈവത്തിനും അത് മംഗളമാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ വെച്ച് 49-ാമത്തെ വയസ്സിൽ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ രോഗം വന്ന് കാലിന് നീര് വെച്ച ആ നീര് തുടയിലേക്ക് കയറി ഇങ്ങനെ രോഗം വന്ന് അലിഞ്ഞ് മരിക്കുകയാണ്. ഇഞ്ചിഞ്ചായിട്ട് മരിക്കുകയാണ്. വേദന സഹിക്കാൻ പറ്റാത്ത വേദന. മംഗളവാർത്തയാണോ? അല്ല. ആർക്ക്? ലോകത്തിന്. അപ്പോൾ മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം, നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുന്നതിനെയാണ് മംഗളമെന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ആ ഒരർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, കുരിശ് മരണം മംഗളവാർത്തയാണ്. നമ്മെ തന്നെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്, പരിത്യജിക്കുക എന്ന് പറയുന്നത്, ലോകത്തിന്റെ സുഖങ്ങൾ പലതും ഒരാൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു മംഗളവാർത്തയാണോ? ആണോ? അല്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ബസ്സിൽ കയറിയപ്പോ നിങ്ങൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടിയില്ല, മംഗളവാർത്തയാണോ? ചെറിയ ഉദാഹരണം. ആണോ? അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് കാറ്റ് കിട്ടുന്നില്ല, മംഗളവാർത്തയാണോ? അല്ലെങ്കിൽ ഇപ്പൊ ഫാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, കാറ്റ് കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് മംഗളം എന്ന് പറഞ്ഞാൽ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തോ അതെന്നിൽ നിറവേറുന്നതാണ് മംഗളവാർത്ത. പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവളിൽ നിറവേറി എന്നതാണ് മംഗളവാർത്ത. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അല്ലാതെ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി നമുക്ക് കിട്ടിയതോ, നമ്മൾ വിചാരിച്ചൊരു സാലറി നമുക്ക് കിട്ടിയതോ, അതൊക്കെ ഈ ലോകത്തിൻ്റെത്. അത് മാറി മറിഞ്ഞു വരും. അപ്പോൾ അതൊക്കെ മറക്കുക. കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ചുള്ള ഏറ്റവും നല്ല വാർത്ത എന്തായിരിക്കും? നമ്മൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നു എന്നതാണ് ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഏറ്റവും നല്ല വാർത്ത എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ തിരികെ വരിക. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വേണം ആത്മപരിത്യാഗത്തെ കാണാൻ. നമ്മൾ പറയും ഒരാൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. അയാളുടെ വീട് കണ്ടില്ലേ, അയാൾ ഭാഗ്യവാൻ. അയാളുടെ ആ കാറ് കണ്ടില്ലേ, അയാൾ ഭാഗ്യവാൻ. അയാളുടെ നല്ല ആരോഗ്യം, ഒരു രോഗവും ഇല്ല, കാശിന് കാശ്, എല്ലാവരും ഉണ്ട്, ആഘോഷങ്ങൾക്ക് ആഘോഷം. അയാളുടെ ഒരു ഭാഗ്യം അല്ലേ? ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഭാഗ്യമാണ്. പക്ഷേ ആത്മഭർത്താവ് പറയുകയാണ്, ആരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളവർ? ആത്മാവിൽ ദരിദ്രരാണ് ഭാഗ്യമുള്ളവർ. സ്വയം പരിത്യജിക്കുന്നവർക്കാണ് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ചെറിയവനാക്കും. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവനായിരിക്കും. ഹല്ലേലൂയ. തന്നെ ഉപേക്ഷിക്കുകയും പരിത്യജിക്കുകയും പല അവകാശങ്ങളും, നമ്മളൊരു 11 അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇന്നത് ആവർത്തിക്കുന്നില്ല. പല അവകാശങ്ങളും അല്ലേ? നമുക്ക് വെറുപ്പ് സൂക്ഷിക്കാനുള്ള അവകാശം, നമ്മുടെ തന്നെ കാര്യങ്ങൾ ഒന്നാം സ്ഥാനത്ത്, നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കണമെന്നുള്ള അവകാശം, അങ്ങനെ പലതും വേണ്ട എന്ന് വെച്ച് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എറണാകുളത്താണ്, ഭയങ്കര ഡിസ്റ്റർബൻസ്, മനസ്സിനൊരു സ്വസ്ഥതയുമില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. അച്ഛൻ ഒരു ഡെലിവറൻസിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. കുടുംബത്തിൽ സമാധാനമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
എന്നെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ രാത്രിയൊക്കെ ജോലിയുണ്ട്. അപ്പൊ കഴിയുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോൾ ഒരിക്കൽ ഒരു കൂട്ടുകാരൻ കുറെ പണിയൊക്കെ എടുത്ത് നിനക്കൊന്ന് റിലാക്സ്ഡ് ആവട്ടെ എന്ന് പറഞ്ഞ് ഒരു വേശ്യാലയത്തിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചു കൊണ്ടുപോയി. അതിനുശേഷം ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ, എനിക്കിപ്പോൾ ആ ഒരു പാപത്തിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. പണം ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഓരോ രാത്രിയിലും 5000 രൂപ വെച്ച് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കടബാധ്യത കൂടിക്കൂടി വരുന്നുണ്ട്. എൻ്റെ സാലറി ഒന്നിനും തികയാതെ ആയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പാപത്തിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം ഈ പറഞ്ഞ വേശ്യാലയത്തിൽ പല സ്ഥലങ്ങളിലായി പോയി എന്നോ, എത്ര പേരോട് ഒരു ചേർന്ന് പാപം ചെയ്തെന്നോ പോലും, ഒരു 10ലധികം പേരോട് ചേർന്ന് ഞാൻ പാപം ചെയ്യുകയോ അതുപോലെ ഓർക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുകിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ നിങ്ങളോട് ഇത് പങ്കുവെച്ചത്. ഒറ്റപ്പെട്ട ഉദാഹരണമല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇത് ഇപ്പൊ പറയാൻ കാരണം അച്ഛൻ ഏറ്റവും അടുത്ത് കേട്ട ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം. അപ്പോൾ അതാണ് വന്നത്, ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. അതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ പാപം, ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തത, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ, വിവാഹത്തിന് ശേഷം വിവാഹത്തിന് പുറത്തുള്ള പാപങ്ങൾ, വിവാഹത്തിന്റെ അകത്ത് തന്നെയുള്ള പ്രകൃതി വിരുദ്ധമായ ദാമ്പത്യ ജീവിതം, ഇപ്രകാരമുള്ള ലൈംഗികമായ വൈകൃതങ്ങൾ മൂലം അത് സ്വയംഭോഗത്തിന്റെയോ സ്വവർഗഭോഗത്തിന്റെയോ മൃഗഭോഗത്തിന്റെയോ പ്രോണോഗ്രാഫിയുടെയോ ഒക്കെ അഡിക്ഷന്റെ മേഖലകളുമായി എന്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതെല്ലാം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഈശോ പറയുകയാണ്, നിങ്ങൾ സ്വയം പരിത്യജിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക. വചനം പറയുന്നു, 1 പത്രോസ് 1:15-16 തിരുവചനങ്ങൾ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറയാം, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. 1 തെസ്സലോനിയൻസ് 4:3 തിരുവചനം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, റോമർ 13:14, പാപത്തിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ. വലതുകരം എടുത്ത് വീശിക്കൊണ്ട്, പാപത്തിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 100 കണക്കിന് വചനങ്ങള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ത്? നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് വചനം ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് 119-ാമത്തെ സങ്കീർത്തനം 119-ാം സങ്കീർത്തനം 7 മുതലുള്ള തിരുവചനങ്ങൾ എടുക്കാം, വായിക്കാം. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായും പരിത്യജിക്കരുതേ. അതിനുശേഷം 9-ാമത്തെ തിരുവചനം വായിക്കാം. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യുവാവിനെ കുറിച്ച് പറയുന്നത്? യുവാവ് മാത്രം തന്റെ മാർഗം നിർമ്മലമായി സൂക്ഷിച്ചാൽ മതിയോ? അപ്പോൾ യുവസഹജമായ പാപങ്ങൾ എന്ന് ബൈബിള് വിളിക്കുന്ന പാപങ്ങളിൽ ഒന്നാമത്തേതാണ് ലൈംഗികമായ പ്രലോഭനങ്ങളുടെ, അശുദ്ധിയുടെ മേഖലകൾ. യുവാവ്
യുവത്വത്തിൽ തന്റെ ശരീരത്തിന്റെ ഊർജമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് യുവാവ് എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കും? അവൻ തന്റെ കണ്ണുകളെ എങ്ങനെ വിശുദ്ധിയിൽ നിലനിർത്തും? അവൻ തന്റെ അധരത്തിൽ എങ്ങനെ അശ്ലീല ഭാഷണങ്ങളില്ലാതെ വിശുദ്ധമായത് മാത്രം സംസാരിച്ചു കൊണ്ട് ജീവിക്കും? യുവാവ് എങ്ങനെ തന്റെ ഹൃദയത്തിൽ ദുർമോഹങ്ങളില്ലാതെ ജീവിക്കും? യുവാവ് എങ്ങനെ പാപകരമായ പ്രലോഭനങ്ങളെ അതിജീവിക്കും? അതാണ് ചോദ്യം. അതുകൊണ്ടൊന്നുകൂടി വായിക്കാം. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ാമത്തെ തിരുവചനം വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു, അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ഒരാളുടെ പ്രാർത്ഥനയാണ്, കർത്താവേ നിന്റെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടവരരുതേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകരുതേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കുർബാനയുടെ സമയത്ത് ഉള്ള ഒരു പ്രാർത്ഥനകളിൽ ഒന്നിങ്ങനെയാണ്: കർത്താവേ അങ്ങയുടെ കൽപ്പനകളോട് എന്നെ ചേർത്ത് നിർത്തണമേ. കർത്താവിന്റെ കൽപ്പനകളോട് എന്നെ ചേർത്ത് നിർത്തണമേ, നിന്റെ കൽപ്പനകൾ ലംഘിക്കാൻ എന്നെ ഇടവരുത്തരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട് കുർബാന സ്വീകരണത്തിന് മുമ്പ്. യെസ്. തുടർന്നുള്ള വചനം വായിച്ച 119:11, അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്രകാരം പാപം ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ ചില പ്രത്യാഘാതങ്ങൾ. ഒന്ന്, ആത്മീയമായ പ്രത്യാഘാതങ്ങൾ. എന്താണ് ആത്മീയമായ പ്രത്യാഘാതം? പരിശുദ്ധാത്മാവിന്റെ ആലയം നശിപ്പിക്കപ്പെടുന്നു. 2, ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുന്നു. ഇപ്രകാരം അശുദ്ധിയിൽ ജീവിച്ചാൽ പിന്നെ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. പ്രാർത്ഥിക്കാനിരുന്നാലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇത് ആത്മീയമായ പ്രത്യാഘാതമാണ്. 3, ദൈവക്രോധത്തിന് ഇടവരുത്തുന്നു. 4, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ആൻഡ് ബോണ്ടേജ്. ആത്മീയമായ അന്ധതയും ബന്ധനവും ഉണ്ടാകുന്നു. അവസാനമായി നിത്യമായ ഒരു ഡേഞ്ചർ, ഇറ്റേണൽ ഡേഞ്ചർ, നമുക്ക് സ്വർഗരാജ്യം തന്നെ നഷ്ടപ്പെടുന്നു. അതാണ് ആത്മീയമായ പ്രത്യാഘാതങ്ങൾ. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരെ ശ്രദ്ധിക്കുക. അച്ഛനിത് ഇതിന്റെ മുൻപത്തെ ആഴ്ച സുദീർഘമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ശാരീരികമായ പ്രത്യാഘാതങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. അതെന്താണ്? രോഗങ്ങളിലേക്ക് നയിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങൾ. ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി തീരും, നീ ഒരു രോഗിയായി തീരും. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ ഇന്നലെ വന്നിട്ട്, ഇന്നലെ ചൊവ്വാഴ്ച വന്നിട്ട് സഹോദരനെ കൊണ്ട് വന്നിരിക്കുകയാണ് കുടുംബം. ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസ് ആണ്. ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെന്റ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ആലപ്പുഴയിൽ വേറെ ദൂര സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്, കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടിട്ട്. ഈ രോഗം വന്നു എന്നറിഞ്ഞിട്ടും വൈകുന്നേരം വന്നിരിക്കുന്നത് ഉച്ചക്ക് കുടിച്ചിട്ടാണ്. രോഗം വന്നു, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന തോന്നലുണ്ടായിട്ട് പോലും മദ്യപാനം കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല, പുകവലിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചില അപകടങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നു ഈ വഴിയെ പോയാൽ ഞാൻ മരിക്കും എന്നറിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ചില പാപങ്ങൾ
ഈ ബന്ധം തുടർന്നാൽ എന്റെ കുടുംബം നശിക്കും എന്നറിഞ്ഞിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ പാപം തുടർന്നാൽ ഞാൻ ചപ്പും ചവറുമാകുമെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. എയ്ഡ്സ് ആണെന്നറിഞ്ഞിട്ടും ഒരു സഹോദരൻ അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛാ എനിക്ക് രോഗമാണ്, എനിക്ക് ഇൻഫെക്ഷനാണ്, എന്നിട്ടും അപ്പൊ അച്ഛൻ വിചാരിച്ചു ഇനിയെങ്കിലും പാപം ചെയ്യാതിരിക്കും. എന്നിട്ടും ഇയാൾ ഫോൺ കോൾ വന്നപ്പോൾ പോയി. രോഗം വന്നിരിക്കുകയാണ്. അയാളുടെ ജീവിത പങ്കാളിയുമായി ദാമ്പത്യധർമ്മം നിർവഹിക്കാനായിട്ട് അയാൾക്ക് പേടിയുണ്ട്. കാരണം അവൾക്കും രോഗം പടരുമോ, അതുകൊണ്ട് അയാൾ ഭയപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും പാപത്തിലേക്കുള്ള വിളി അയാൾ നിരസിക്കുന്നില്ല. അയാൾ തന്നെ പറയുകയാണ്. ഇനി ലൂസ് ഓഫ് റെപ്യൂട്ടേഷൻ, ബഹുമാനം നഷ്ടപ്പെടുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, മാനസികവും വൈകാരികവുമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അടുത്തതായി നമ്മൾ പറഞ്ഞു, അത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു, ശുശ്രൂഷകൾക്ക് അയോഗ്യരാക്കുന്നു, മറ്റുള്ളവരുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. അത്രയും പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, ലൈംഗികമായ പാപങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യാഘാതമാണ് തലമുറകളുടെ മേലുണ്ടാകുന്ന കോൺസിക്വൻസസ്. തലമുറകൾ അശുദ്ധമായി തീരാൻ അത് ഇടവരുത്തുന്നു. ഇമ്പാക്ട് ഓൺ ഫ്യൂച്ചർ ജനറേഷൻ. ഒരു ബിബ്ലിക്കൽ എക്സാമ്പിൾ ഉള്ളത് ദാവീദിനെ കുറിച്ചാണ്. എന്താണ് ദാവീദിന്റെ ഉദാഹരണം? നമ്മൾ പറഞ്ഞു തുടങ്ങി. ദാവീദും ബത്ശബായും തമ്മിൽ പാപത്തിൽ ഏർപ്പെട്ടു. അവർ തിന്മ ചെയ്തു. തിന്മ ചെയ്തതിന് ശേഷം പിന്നീട് ദാവീദിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അമ്നോൻ എന്ന് പറയുന്ന ദാവീദിന്റെ ഒരു മകൻ താമാർ എന്ന് പറയുന്ന ദാവീദിന്റെ മറ്റൊരു മകളെ വ്യഭിചാര ബലാത്സംഗം ചെയ്യുകയാണ്. ഒരു മകൻ അവന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്നു. അപ്പോൾ ദാവീദിന്റെ കുടുംബത്തിൽ തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം, ബത്ശബായുടെ ഭർത്താവിന്റെ പേരെന്താണ്? ഉറിയായെ ചതിച്ച് ദാവീദ് കൊന്നു. അതുപോലെ അമ്നോനെ അബ്സലോം ചതിച്ചു കൊല്ലുന്നതിന്റെ ഒരു കഥ 2 സാമുവേൽ അധ്യായം 13 ചതിച്ചു കൊല്ലുകയാണ്. ചതിച്ച് പാപത്തിലേക്ക് നയിച്ചു, ചതിച്ച് കൊന്നു. അപ്പോൾ വ്യഭിചാരവും കൊലപാതകവും, അപ്പൻ ദാവീദ് ചെയ്ത പാപങ്ങൾ തലമുറകളിലേക്ക് പടരുകയാണ്. പിന്നെ നമ്മൾ വായിക്കുന്നത് സോളമനെ കുറിച്ചാണ്. സോളമൻ ദാവീദിന് ബത്ശബായിൽ പിറന്ന മകനാണ്. അവന് എല്ലാ ജ്ഞാനവും ബുദ്ധിയും ഉണ്ടായിരുന്നെങ്കിലും അവന് ശരീരത്തിന്റെ പ്രവണതകളെ അതിജീവിക്കാൻ പറ്റാതിരുന്നത് അവനൊരു കെണിയായി മാറി. അവനെല്ലാ മഹത്വവും നഷ്ടപ്പെട്ട് മരണമടയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശാരീരികമായ അശുദ്ധിയുടെ അല്ലെങ്കിൽ ലൈംഗികമായ അശുദ്ധിയുടെ കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ പറഞ്ഞതുപോലെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്റെ ബെനഫിറ്റ്സ്, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്റെ ലാഭം. നഷ്ടം നമ്മൾ പറഞ്ഞു, ലാഭം നമ്മൾ പറയാൻ പോകുന്നു. ലാഭവും നഷ്ടവും പറഞ്ഞതിന് ശേഷം എങ്ങനെ നമുക്ക് ഈ ലാഭം നേടിയെടുക്കാം എന്നതിന്റെ വഴികൾ കൂടെ പറഞ്ഞ് ഈ പ്രഭാഷണം അച്ഛൻ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ തുടർന്ന് പറയാൻ പോകുന്നത് ബെനഫിറ്റ്സ് ഓഫ് സെക്ഷൽ പ്യൂരിറ്റി, ശാരീരിക വിശുദ്ധിയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ലാഭങ്ങൾ. ഒന്ന്,
Sexual purity enables us to have a closer relationship with God. വിശുദ്ധി നമ്മെ യേശുവിന്റെ ഉറ്റ സുഹൃത്തുക്കളാകാൻ സഹായിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്സ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, വിശുദ്ധി നമ്മെ യേശുവിന്റെ ഉറ്റ സുഹൃത്തുക്കളാകാൻ സഹായിക്കുന്നു. നമുക്കറിയാം, വചനം സുവിശേഷത്തിൽ ഈശോയുടെ പ്രിയ ശിഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? യോഹന്നാൻ ശ്ലീഹയാണ്. മറ്റ് ശിഷ്യൻ അപ്പോസ്തലന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ഗണത്തിൽ അവിവാഹിതനായി അല്ലെങ്കിൽ ബ്രഹ്മചാരിയായി ഉണ്ടായിരുന്നത് യോഹന്നാൻ ശ്ലീഹയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈശോയുടെ അന്ത്യത്താഴവേളയിൽ ഈശോയോട് ചേർന്നിരിക്കാനും അവിടുത്തെ മടിത്തട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ മാറിൽ വിശ്രമിക്കാൻ ഭാഗ്യം ലഭിച്ച യോഹന്നാൻ, പ്രിയപ്പെട്ടവരെ, തിരുമാറിൽ ചാഞ്ഞു കിടന്നവനാണ് കുരിശ് മരണത്തോളം ഈശോയെ അനുഗമിച്ചത്. തിരുമാറിൽ ചാഞ്ഞു കിടന്നവനാണ് കുരിശു മരണം നഗ്നനേത്രം കൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയത്. ആ തിരുമാറിൽ ചാഞ്ഞു കിടന്നവനോടാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ഈശോ കൈപിടിച്ചേൽപ്പിച്ചത്. ആ തിരുമാറിൽ ചാഞ്ഞു കിടന്നവനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ വരമേൽപ്പിച്ചത്. ആ തിരുമാറിൽ ചാഞ്ഞു കിടന്നവന്റെ ശിരസിലേക്കാണ് ഈശോയുടെ മാറ് പിളർന്നപ്പോ ആ ജലവും രക്തവും ഒഴുകിയിറങ്ങിയത് അവന്റെ ശിരസിലേക്കാണ്. കാരണം അവൻ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടന്നാലേ ഈശോയുടെ തിരുഹൃദയം പൊട്ടിയൊഴുകുന്ന തിരുരക്തവും തിരുജലവും പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുകയുള്ളൂ. എല്ലായിടത്തും പോയിരുന്നിട്ട് എനിക്ക് അഭിഷേകം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അഭിഷേകം കിട്ടണമെങ്കിൽ അഭിഷേകം ഒഴുകിയിറങ്ങുന്നിടത്ത് നീ ഉണ്ടാകണം. നമ്മൾ സന്ദർശകരായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ചേർന്ന് നിൽക്കുന്നവരാകണം. ഹല്ലേലൂയ. അല്ലേ, നമ്മളൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അടുപ്പിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ വിറകിന് തീ പിടിക്കോ? അടുപ്പിന്റെ ഉള്ളിൽ വെച്ചാൽ വിറകിന് തീ പിടിക്കും. ഹല്ലേലൂയ. നീ അടുപ്പിന്റെ അടുത്ത് ചെന്നിരിക്കുന്ന വിറകാകരുത്, അടുപ്പിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന വിറകാകരുത്. അപ്പോഴാണ് നീ തീയായി മാറുന്നത്. നമ്മൾ തീയായി മാറാത്തത് അടുപ്പിന്റെ അടുത്ത് വരെ പോയി നിന്നിട്ട് അടുപ്പിനെ തൊട്ടിമുത്തി പോരുവാണ്. അടുപ്പ് കാണാൻ പോകുന്നവരുണ്ട്, അടുക്കള കാണാൻ പോകുന്നവര് ഇല്ലേ? കല്യാണത്തിന് പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ അടുക്കള കണ്ടിട്ട് വരാം. അല്ല, ചെറുക്കന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അടുക്കള കാണാൻ. ഹല്ലേലൂയ. അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവർ, ഒന്ന് ശരീരത്തിന്റെ വിശുദ്ധി നമ്മെ ഈശോയുടെ ഉറ്റ സുഹൃത്തുക്കളാക്കുന്നു. 1 കൊരിന്ത്യർ 6:19-20 തിരുവചനങ്ങളിൽ ആ ഒരു സൂചനയുണ്ട്. വായിക്കാം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നിലും നീ കർത്താവിലുമാണ് വസിക്കുന്നത്. ഇതിനെയാണ് ഇന്റിമസി എന്ന് പറയുന്നത്. God in you and you in God. Intimacy, mutual indwelling. അപ്പൊ നിന്റെ ശരീരത്തിൽ നീ കർത്താവിനെ വസിക്കാൻ അനുവദിച്ചാലേ, ശ്രദ്ധിക്കണേ, നിന്റെ ശരീരത്തിൽ നീ കർത്താവിനെ വസിക്കാൻ അനുവദിച്ചാലേ കർത്താവിന്റെ ശരീരത്തിൽ നിനക്ക് വസിക്കാൻ അനുവാദം കിട്ടുകയുള്ളൂ. ഈശോ പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ, അതായത് എന്റെ ശരീരത്തെ സ്വീകരിക്കുന്നവർ എന്നിലും
അവർ എന്നിലും ഞാൻ അവരിലും വസിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവിനെ നമ്മുടെ ശരീരത്തിൽ വസിക്കാൻ അനുവദിക്കുക എന്നതാണ്. ലൈംഗികമായ അശുദ്ധി നമ്മുടെ ശരീരത്തിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യം വിട്ടുപോകാൻ ഇടവരും. അത് കർത്താവിന് അനുവദിക്കാത്തതുപോലെയാണ്. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തുടർന്ന് വായിച്ചേ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്കെന്തില്ല? ദൈവവുമായി ഇന്റിമസി ഇല്ല. നമ്മുടെ ഈ ശരീരം എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ചില ചെറുപ്പക്കാരൊക്കെ ചില കല്യാണത്തിന്റെ തലേ ദിവസം വീടുകളിൽ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ വീട് പാർപ്പിന്റെ തലേ ദിവസമൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നതും തുള്ളിച്ചാടുന്നതും ഒച്ചയുണ്ടാക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. നടക്കാറില്ലേ? ഉണ്ട്. അവരൊന്ന് പള്ളി കൊണ്ടുവന്ന് ഇരുത്തിയിട്ടൊന്ന് കൈയടിക്കടാന്ന് പറഞ്ഞാൽ ഒന്ന് കാല് മാറ്റി ചവിട്ടാൻ പറഞ്ഞാൽ അല്ല, നീയല്ലേ ഇന്നലെ തലകുത്തി മറിഞ്ഞത് ആ സ്റ്റേജില്? നിന്റെ ശരീരത്തിൽ നീ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഒരു അടയാളമാണ് പ്രിയപ്പെട്ട കുഞ്ഞെ നീ കർത്താവിന്റെ മുമ്പിൽ കരമുയർത്തുന്നതും കരമടിക്കുന്നതുമെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ലൈംഗികമായ വിശുദ്ധിയുടെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനഫിറ്റ് എന്ന് പറയുന്നത്. നിനക്ക് ദൈവൈക്യത്തിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടുകയാണ്. വചനം പറഞ്ഞു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കൈയടിച്ച് നന്ദി പറയാം. രണ്ടാമതായി, സെക്ഷൽ പ്യൂരിറ്റി പ്രൊമോട്ട്സ് ഹെൽത്തിയർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ലൈംഗികമായ വിശുദ്ധി മറ്റുള്ളവരുമായിട്ടുള്ള ആരോഗ്യകരമായ ഒരു ബന്ധത്തെ പരിപോഷിപ്പിക്കുന്നു. ഒരു ബന്ധത്തിൽ ലൈംഗിക വിശുദ്ധി ഇല്ലാത്ത ഒരു ബന്ധമാണെന്ന് വിചാരിക്കുക. ആ ബന്ധം പതുക്കെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അത് നശിച്ചില്ലാതെയാവുകയും അവർക്ക് പരസ്പര ബഹുമാനം നഷ്ടപ്പെടുകയും സ്നേഹം നഷ്ടപ്പെടുകയും ബന്ധമെന്ന് പറഞ്ഞത് പിന്നീട് ശത്രുതയായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദാമ്പത്യ ബന്ധത്തിലല്ലാതെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ലൈംഗികമായ അശുദ്ധി ഉണ്ടായാൽ ആ ബന്ധം നിലനിൽക്കുകയില്ല. അപ്പോൾ വിശുദ്ധി, നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സാ പറയുന്നത്. വിശുദ്ധി നമുക്ക് ഒത്തിരിയേറെ പേരോട് ആരോഗ്യകരമായ സുദീർഘമായ ബന്ധം നിലനിർത്തുന്നതിന് സഹായിക്കും. നിന്റെ ഏതെങ്കിലും ഒരു ബന്ധത്തിന്റെ കാലയളവിൽ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ആ ബന്ധം തന്നെ ഇല്ലാതെയാകും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഒരാളോട് ചോദിച്ചു, എന്തിനാണ് ചേട്ടാ ഈ പാപകരമായ ബന്ധത്തിന് പോയത്? അത് റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി പോയതാ. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ റിലേഷൻഷിപ്പും പോയി, ഭാര്യയും പോയി, മക്കളും പോയി, മാതാപിതാക്കളും പോയി. ഇപ്പോ എന്തിനു വേണ്ടിയാണോ നീ പാപം ചെയ്തത് അതിന്റെ 10 ഇരട്ടി നഷ്ടപ്പെട്ടു. പാപം, പ്രിയപ്പെട്ടവരെ, ഒന്നിനുമുള്ള ഒരു പരിഹാരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വിവാഹത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ പ്രണയിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രണയം അതൊന്ന് പൂത്തുലയട്ടെ എന്ന് വിചാരിച്ച് പാപകരമായ ജീവിത രീതിയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ബന്ധത്തെ നശിപ്പിക്കുകയാണ്.
അതൊരു വീഡിയോ കോളിലൂടെ ആയിക്കൊള്ളട്ടെ, മോശമായ ചാറ്റിങ്ങിലൂടെ ആയിക്കൊള്ളട്ടെ, അശ്ലീലമായ അല്ലെങ്കിൽ വിശുദ്ധമല്ലാത്ത സംഭാഷണങ്ങളിലൂടെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രണയത്തിന്റെ വിശുദ്ധിയും മഹത്വവും പവിത്രതയും നിങ്ങൾ ആ ഒരു പ്രവൃത്തിയിലൂടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിൽ വയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരമുള്ള ബഹുമാനം, വിശുദ്ധിയുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ പരസ്പരമുള്ള ബഹുമാനം വർദ്ധിക്കും. നല്ല ബന്ധങ്ങൾ, നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകും. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഭയങ്കര സംശയം. ഭാര്യ പറയുന്നു, അച്ഛാ എൻ്റെ ചേട്ടൻ ശരിയല്ല. കല്യാണം കഴിഞ്ഞിപ്പോ 6-7 വർഷമായി. ഭർത്താവിന് ഭാര്യയെയും സംശയം. ഭാര്യ എങ്ങോട്ടെങ്കിലും പോയാൽ, ഫോണിൽ കുറച്ചു നേരം കൂടുതൽ സംസാരിച്ചാൽ സംശയം, വൈകി വന്നാൽ സംശയം. അപ്പോൾ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു, നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു? ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. ശരി. ഈ പ്രണയത്തിന്റെ കാലത്ത് ഇവർ പരസ്പരം പല പ്രാവശ്യം പാപകരമായ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ ഓർമ്മയിൽ ഇപ്പോൾ അവർക്ക് പരസ്പരം സംശയമാണ്. പണ്ട് ചേട്ടന്റെ പാരൻസിനെ പറ്റിച്ച് എന്റെ വീട്ടിലേക്ക് വന്നതുപോലെ ഇപ്പോൾ എന്നെ പറ്റിച്ച് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? പറ്റിക്കുക എന്ന് പറയുന്നത് ചേട്ടന്റെ ഒരു ശീലമാണല്ലോ എന്ന് ചേച്ചി, നീയും അങ്ങനെ തന്നെയാണല്ലോ എന്ന്. അതിന്റെ റൂട്ട് തുടങ്ങുന്നത് എവിടെയാണ്? കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വചനവും പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധിയിൽ വിശുദ്ധിയിൽ ജീവിക്കുക. ദാമ്പത്യ ബന്ധങ്ങൾ വിശുദ്ധമായി ആരംഭിക്കണം. പ്രണയം വിശുദ്ധമായി മുന്നോട്ട് പോകണം. അടുത്തത് നല്ല വിശുദ്ധമായ ബന്ധങ്ങളുടെ മറ്റൊരു റിസൾട്ടാണ് സെക്ഷൽ പ്യൂരിറ്റി ബ്രിങ്സ് എ സെൻസ് ഓഫ് പീസ് ആൻഡ് ഫുൾഫിൽമെന്റ് ആൻഡ് ട്രൂ ജോയ്. വിശുദ്ധി യഥാർത്ഥത്തിലുള്ള സന്തോഷവും യഥാർത്ഥത്തിലുള്ള സമാധാനവും യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയും തരും. ഹല്ലേലൂയ. ഒരാള് മദ്യപിക്കാനും മദ്യപാനത്തിന് ശേഷം ചില പാപകരമായ കാര്യങ്ങൾക്കും പോവാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ അച്ഛനോട് പങ്കുവച്ചതാണ്. അപ്പോൾ ഇവിടെയല്ല, കണ്ണൂർ ജില്ലയിലല്ല, വേറെ ജില്ലയിലാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എന്റെ കുടുംബ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ മൂലം എനിക്ക് ഭയങ്കര ടെൻഷൻ, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഒരു കുട്ടി ജനിച്ചു, ആ കൊച്ചു മരിച്ചു. വേറൊരു കുട്ടി ജീവിക്കുന്നു, ആ കുട്ടിക്ക് രോഗങ്ങള്. ടെൻഷൻ. അങ്ങനെ ടെൻഷൻ മാറ്റാൻ വേണ്ടി മദ്യപിക്കുന്നു. ടെൻഷൻ മാറ്റാൻ വേണ്ടി വേറെ പല കാര്യങ്ങളിലേക്കും വീടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് മോനെ, നിന്റെ ടെൻഷൻ മാറുകയാണോ കൂടുകയാണോ? നീ ഇത്തിരി സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരു ധ്യാനത്തിന് പോയത് എന്നാണ്? അച്ഛൻ എന്താ ചോദിച്ചു? ധ്യാനത്തിന്. അവൻ അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് പുറത്തേക്ക് കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോ അവിടെ ധ്യാനം ഇവിടെ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് ഇരിക്കുന്നത് കാണാം. അത്ര അറിഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോനെ, നീ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും. നിന്റെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ച ഈശോയുടെ കൂടെ ഒന്ന് ഇരിക്കും. ജീവിതത്തിൽ ധ്യാനം കൂടിയിട്ടില്ല, ക്രിസ്ത്യാനിയാണ്, 40 വയസ്സായി. അങ്ങനെ ചില മക്കള് നമ്മുടെ വീടുകളിൽ വളരുന്നുണ്ടേ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇഷ്ടം പോലെ വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കുളിച്ചില്ലെങ്കിൽ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഒരു പുരോഹിതനോടുള്ള ഒരു വെളിപ്പെടുത്തലിൽ ഇങ്ങനെ പറഞ്ഞത്, ഇഷ്ടം പോലെ വെള്ളമുണ്ടായിട്ടും വെള്ളം കുടിക്കാതെ ദാഹിക്കുന്നവരായി കഴിയുന്നവരുണ്ട്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഭയങ്കര ദാഹമാണ്, കുടിക്കുന്നില്ല. ഇഷ്ടം പോലെ ഏറ്റവും നല്ല ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നു,
ഭയങ്കര വിശപ്പുണ്ട്, പക്ഷെ കഴിക്കുന്നില്ല. അതുപോലെയാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം തൊട്ടിപ്പുറത്തുണ്ടായിട്ടും ദാഹവുമായി വിശപ്പുമായി ലോകത്തിൽ അലയുന്ന മനുഷ്യരെന്ന്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഹൃദയം തുറന്ന് വിളിക്കാം ഈശോയേ. തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ കാൽച്ചുവട്ടിൽ വെള്ളമുണ്ട്, ഒന്ന് കുനിഞ്ഞെടുത്ത് കുടിച്ചാൽ മതി, നിന്റെ ദാഹം മാറും. പക്ഷെ കുടിക്കല്ല, ദാഹിക്കുന്നേ എന്ന് പറഞ്ഞ് നടക്കും. ചില പിള്ളേർ അങ്ങനെ ഉണ്ട്, വിശക്കുന്നേ എന്ന് പറയും. എടാ വിശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അടുത്ത് കഴിക്കുക, വിശക്കുന്നേ. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് കർത്താവിന്റെ അടുത്തേക്ക് വന്ന് അവിടെ ഒരു അരമണിക്കൂർ ഇരിക്കല, അവിടെ ഇവിടെയും ചുറ്റി നടന്ന് വിശക്കുന്നേ ദാഹിക്കുന്നേ. ഹല്ലേലൂയ. യെസ്, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, സെക്ഷൽ പ്യൂരിറ്റി ബ്രിങ്സ് എ സെൻസ് ഓഫ് പീസ് ആൻഡ് ഫുൾഫിൽമെന്റ് ആൻഡ് ട്രൂ ജോയ്. വിശുദ്ധി സമാധാനവും സംതൃപ്തിയും തരുന്നു. ഇനി അതിന്റെ ഓപ്പോസിറ്റ് എന്ത് കൊണ്ടുവരുന്നു? സെക്ഷൽ ഇമ്മൊറാലിറ്റി ലീഡ്സ് ടു ഗിൽറ്റ്, കുറ്റബോധം, ഷെയിം, നാണക്കേട്, റിഗ്രറ്റ്, എല്ലാം കൊണ്ടുവരികയാണ്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. 1 തെസ്സലോനിയൻസ് 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. വലത് കരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. പ്രിയപ്പെട്ടവരെ, ശാരീരികമായ വിശുദ്ധി പ്രാക്ടീസിംഗ് ഓഫ്, 4ാമത്തെ ബെനിഫിറ്റ് ആണ്, പ്രാക്ടീസിംഗ് ഓഫ് സെക്ഷൽ പ്യൂരിറ്റി പ്രൊട്ടക്ട്സ് ഫ്രം ദ കോൺസിക്വൻസസ് ഓഫ് സെക്ഷൽ ഇംപ്യൂരിറ്റി. നമ്മൾ ശാരീരികമായ അശുദ്ധിയുടെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ഒടുവിലത്തെ പോയിന്റ് ആണ്, ശരീരത്തിന്റെ വിശുദ്ധിയിൽ ജീവിച്ചാൽ നിനക്ക് ആ പ്രത്യാഘാതങ്ങളിൽ നിന്ന്, ആത്മീയവും ഭൗതികവും ശാരീരികവും കുടുംബപരവും ഒക്കെ ആയിട്ടുള്ള, റിലേഷണൽ ആയിട്ടുള്ള, സൊസൈറ്റൽ ആയിട്ടുള്ള അപ്രകാരമുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെടും. ആ പ്രശ്നങ്ങളിലേക്ക് നീ ചെന്ന് വീഴുകയില്ല. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇനി തുടർന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് വ്യക്തതയിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിങ്ങനെ കൂടുതൽ പഠിക്കുന്നതിന്റെ ഗുണം എന്താണ്? ചിലപ്പോൾ നമ്മളിത് മറന്നുപോകും, ബെനിഫിറ്റ്സ് ഒക്കെ മറന്നുപോകുമെങ്കിലും ശരീരത്തിന്റെ വിശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഒരു പ്രലോഭനത്തെയെങ്കിലും അതിജീവിക്കാൻ സഹായകരമാകും. ഈ പ്രഭാഷണം അച്ഛൻ പറഞ്ഞു എന്ന് വിചാരിച്ച്, നമ്മൾ കേട്ടു എന്ന് വിചാരിച്ച്, പഠിച്ചു എന്ന് വിചാരിച്ച് നമ്മളെല്ലാ പ്രലോഭനങ്ങളെയും ഒറ്റയടിക്ക് അതിജീവിച്ചു എന്ന് അതിനുള്ള പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തുടർച്ചയായി ഇത് വായിക്കുകയും കേൾക്കുകയും പറയുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 50 പ്രലോഭനം വരുമ്പോൾ അതിലൊരു 10 എണ്ണത്തിനെയെങ്കിലും നമുക്ക് അതിജീവിക്കാനും വിജയിക്കാനും സാധിക്കും. കൈയടിച്ച് നന്ദി പറയാം. അങ്ങനെ ആ 10 എന്നുള്ളത് 20ആയും 20 എന്നുള്ളത് 50ആയും ഒടുവിൽ അത് 100% വിജയവുമായി. അപ്പോഴാണ് ഫുൾ A+ ആവുന്നത്. എല്ലാവർക്കും വേണ്ടത് എന്താണ് അല്ലേ? ആർക്കെങ്കിലും 50 മേടിച്ചുകൊണ്ട് വരുന്നവര് വേണോ? വന്നിരിക്കുന്നു 50 മേടിച്ചുണ്ട്. എല്ലാവർക്കും ആരെ മതി? ഫുൾ A+കാരെ മതി.
അപ്പോൾ നമ്മൾ പരീക്ഷയിൽ മാർക്കിലൊക്കെ നമുക്ക് ഫുൾ A+ വേണം. വിശുദ്ധിയുടെ കാര്യത്തിലും നമുക്ക് എന്ത് ആഗ്രഹിക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രത്യാഘാതങ്ങൾ, രണ്ട് ഗുണങ്ങൾ. ഇനി എങ്ങനെ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ശരീരത്തിന്റെ വിശുദ്ധിയിൽ ഏതൊക്കെ മാർഗങ്ങൾ നമ്മെ സഹായിക്കും എന്നതാണ് അടുത്ത ഒരു ഘട്ടം, മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. അത് പല കാര്യങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6, 7. ഈ 7 കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച പറയും. ഇത്രയും മതി പോരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം 7 എന്തായാലും ഇന്ന് തീരൂല. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച പണി അല്ലേ? അടുത്ത പുതിയ മരം കൊത്തി തുടങ്ങണതിന് മുമ്പ് അടുത്ത മതില് നമുക്ക് അടുത്ത ആഴ്ച കെട്ടാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ സൗന്ദര്യം എന്നാണ് അതിൻ്റെ പുതിയ വിവർത്തനം. വിശുദ്ധിയുടെ സൗന്ദര്യം എന്നാണ്. വിശുദ്ധിയുടെ സൗന്ദര്യം അണിഞ്ഞ് കർത്താവിനെ ആരാധിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധമായ സൗന്ദര്യത്തോടുകൂടെ, വിശുദ്ധിയുടെ സൗന്ദര്യത്തോടുകൂടെ അങ്ങേ ആരാധിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കരങ്ങൾ ഉയർത്തി കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.